ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വവും മതപരമായ ബാധ്യതയും കൂടിയാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്നത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, കരയിലും കടലിലും നിങ്ങൾക്ക് നാശം സംഭവിക്കാനുള്ള കാരണം മനുഷ്യൻ അവിടെ ചെയ്തു വെക്കുന്ന ചില പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. ഈമാനിൻ്റെ 70 ചില്ലാനം ശാഖകൾ പറഞ്ഞ കൂട്ടത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ശാഖയായി പറഞ്ഞിട്ടുള്ളത് വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മരങ്ങളും കാടുകളും സസ്യങ്ങളും പരിസ്ഥിതിയുടെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്ത്യനാൾ അവൻ്റെ മുന്നിൽ എത്തിപ്പെട്ടാലും അവൻ്റെ കയ്യിൽ ഒരു മരത്തൈ ഉണ്ടെങ്കിൽ ആ തൈ അവൻ നട്ടുപിടിപ്പിച്ചു കൊള്ളട്ടെ. വീണ്ടും മുത്തുനബി പഠിപ്പിക്കുന്നു, ഒരാൾ ഒരു മരത്തൈ നടുകയും അതിൽ പഴങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ പഴങ്ങളെ പക്ഷികളോ മൃഗങ്ങളോ മനുഷ്യരോ മറ്റു ജീവികളോ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് അവനക്ക് ഏറ്റവും വലിയ സ്വതക്കയാണ്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന് നാം ജീവിക്കുക.